ഈ ജന്മം ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കില്ല, വേണമെങ്കിൽ അടുത്ത ജന്മമാകാം. ഇതായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ വെല്ലുവിളി. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ ഇതേ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാവി എന്താണ് എന്നത് ഒരു ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുന്നു. വാസ്തവത്തിൽ ആം ആദ്മി പാർട്ടിയുടെ വീഴ്ചയ്ക്ക് പിന്നിൽ എന്താണ്, BJPയുടെ വാഴ്ചയ്ക്ക് പിന്നിൽ എന്താണ്? ഇതാണ് ഇന്നത്തെ പരിഗണന വിഷയം. താങ്കൾ പറഞ്ഞ പോലെ ജയിക്കാനായി ജനിച്ചവൻ എന്നൊരു തോന്നൽ കെജ്രിവാളിന് വന്നോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം ഈസി വാക്ക് ഓവറായിരുന്നു. 3 പ്രാവശ്യം ഡൽഹിക്ക് ഡൽഹി കീഴടക്കാൻ സാധിച്ചു. അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ ഷീലാ ദീക്ഷിത്തിനെ 25,000-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചു. അപ്പോൾ ഈ ഒരു പടയോട്ടത്തിൽ അദ്ദേഹം വലിയൊരു സ്റ്റേച്ചറിൽ നിൽക്കുമ്പോഴാണ് പഞ്ചാബിൽ പോയി പഞ്ചാബ് കീഴടക്കുന്നത്. അതിനു മുമ്പ് ഗോവയിൽ പോയിരുന്നു, ഗോവയിൽ കൺസിഡറബിൾ വോട്ട് വാങ്ങി. അപ്പോൾ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി ഏതാണ്ട് ഇന്ത്യയിലേക്ക് ഒരു പാൻ ഇന്ത്യ പാർട്ടിയായിട്ട് എനിക്ക് വളരാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ദേശീയ പദവി, ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം ലഭിച്ചു. ഇപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ അദ്ദേഹം വളരെയധികം കോൺഫിഡൻസിലായിരുന്നു. ആ കോൺഫിഡൻസാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് വിനയായത് എന്ന് തോന്നുന്നു. അത് ഒരു ബേസിക് കാര്യം. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് പാർട്ടിയിൽ താൻ മാത്രമാണ് ഏറ്റവും വലിയ ആളെന്നുള്ളത് ഭാവിക്കുന്ന, എളിമ ഭാവിക്കുകയും എന്നാൽ അത് നിലനിർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് വളരെയധികം ദോഷം ചെയ്തു എന്നുള്ളത് ഇതിനു മുമ്പും ആൾക്കാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ഒരു ഡസനോളം അരവിന്ദ് കെജ്രിവാൾമാർ ആ പാർട്ടിയിലുണ്ടായിരുന്നു. അതിൽ യോഗേന്ദ്ര യാദവിനായാലും പ്രശാന്ത് ഭൂഷണായാലും കിരൺ ബേദി ആയാലും അശുതോഷ് ആയാലും ഇങ്ങനെ എണ്ണമറ്റ നേതാക്കളുടെ ഒരു വലിയ ശൃംഖലയുണ്ടായിരുന്നു. ആ ശൃംഖല പലപ്പോഴും കൊഴിഞ്ഞു പോവുകയോ പുറത്ത് കളയുകയോ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. അതിൽ ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത് യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും പുറത്താക്കിയതാണ്. അവരാവശ്യപ്പെട്ടത് ഒറ്റ കാര്യമാണ്, കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പാർട്ടി കൺവീനർ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് അന്നേ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പോൾ എല്ലാ പവർ സെൻറ്ററുകളും തന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തിയറി അന്നേ അദ്ദേഹം വെച്ചിരുന്നു. പക്ഷേ അത് പാർട്ടിയെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാണും. താൻ ജയിലിൽ പോയാൽ പിന്നെ ഇതൊന്നും ബാക്കിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ ബോധ്യമായി കാണും. ഈ പറഞ്ഞതൊക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക്, അതായത് അരവിന്ദ് കെജ്രിവാളിനുള്ള ഒരു ഓവർ കോൺഫിഡൻസ്, എനിക്ക് തോന്നുന്നു 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPക്കും സമാനമായൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഓവർ കോൺഫിഡൻസ് വേണമെന്നെങ്കിൽ പറയാം. അതായത് 400 പാർ ഈസിയാണ്, നമ്മൾ ഉറപ്പായി 400 സീറ്റ് നേടി BJP അല്ലെങ്കിൽ NDA അധികാരത്തിൽ വരുമെന്ന് അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷേ അത് പ്രവർത്തകരിൽ ചിലരില്ലെങ്കിലും ഓക്കെ നമ്മൾ എന്തായാലും ജയിക്കാൻ പോകണം, അപ്പോൾ ലേശം വർക്ക് കുറച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ ചില പ്രവർത്തകരിലെങ്കിലും ഉണ്ടാക്കിയെന്ന് BJP കേന്ദ്രങ്ങൾ തന്നെ പറയുന്നു. അതുപോലെ ഒരു ഓവർ കോൺഫിഡൻസ് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത് അംഗീകരിക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് അതിശക്തമായ ഭരണവിരുദ്ധ വികാരം, അതായത് അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്ന ശ്രീ അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ അകത്ത് പോകുന്നതോടുകൂടി അവർ വർദ്ധിത വീര്യത്തോടു കൂടി തിരിച്ചു വരുമെന്നും അവർക്ക് നഷ്ടപ്രതാപം വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നൊക്കെ അവർ വളരെയധികം പ്രത്യാശിച്ചു. അതിനുവേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ ജനങ്ങൾ ഇതൊന്നും വിശ്വസിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ ഒരു അമാന്യനാണ് എന്ന് ഡൽഹിയിലെ ജനങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ തിരഞ്ഞെടുപ്പ് ഫലം. അദ്ദേഹം പ്രത്യേകിച്ച് വിശേഷ സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ പരാജയപ്പെടാനുള്ള കാരണം അതായിട്ടാണ് വിലയിരുത്തുന്നത്. പിന്നെ ഇതിനപ്പുറത്തേക്ക് BJPയുടെ ഒരു മെറിറ്റും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് RSS നടത്തിയ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിൽ ഈ കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പിൽ BJP കൃത്യമായി പറഞ്ഞാൽ 2024 തിരഞ്ഞെടുപ്പിൽ തന്നെ BJP പ്രതീക്ഷയ്ക്കൊത്ത വിജയം കൈവരിക്കാതെ വന്നപ്പോൾ ചില ചാനൽ ചർച്ചകൾ, എസ്പെഷ്യലി മലയാളം ചാനൽ ചർച്ചകളിൽ BJP വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു ചാനൽ പറയുന്നൊരു കാര്യം, എല്ലാ പ്രാവശ്യവും RSSൻ്റെ സ്ട്രാറ്റജി ഭയങ്കരമായി വർക്ക് ചെയ്യുന്നുണ്ട്, RSSൻ്റെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇലക്ഷനിൽ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ RSSൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞൊരു പരിഹാസ രൂപേണ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി RSSൻ്റെ മെഷീനറികൾ നഗരകേന്ദ്രീകൃതമായും അല്ലെങ്കിൽ ഡൽഹിയുടെ ഔട്ട്സ്കട്ട്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഫീഡാണ് കിട്ടുന്നത്. അത് വർക്കായിട്ടുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം അവർക്ക് തന്നെ നെഗറ്റീവായത് മറുഭാഗത്ത്. ദെൻ ഈ പറയുന്ന പോലെ BJP അതിശക്തമായ ഫ്രീബീസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ ആദ്യം അവർ ഡിനേ ചെയ്തെങ്കിൽ പിന്നീട് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. കൃത്യമായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ട വോട്ടിങ് കിട്ടും എന്നുള്ള തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു. അത് അവർക്ക് പോസിറ്റീവായി മാറി. അതിനെല്ലാത്തിനും ഉപരി സംസ്ഥാന ബജറ്റ്, കഴിഞ്ഞ ചർച്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇൻകം ടാക്സ് ഇളവ് കൊടുത്ത ഭീമമായ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ബജറ്റിൽ വന്ന വലിയൊരു പ്രഖ്യാപനം ഡൽഹിയിൽ
ബഹുഭൂരിപക്ഷം വരുന്ന ശരാശരി സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരെയും IT ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ IT സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ IT സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ടെക്കുകൾ ഇവരും ഈ പറയുന്നത് പോലെ ഭയങ്കരമായി ഇത് സ്വീകരിച്ചു. BJPക്ക് അത് വലിയ രീതിയിലുള്ള മൈലേജ് കൊടുത്തു. അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ ഫലം എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. ഇതിനകത്ത് BJP എടുക്കുന്ന ഒരു സ്ട്രാറ്റജി വളരെ പ്രധാനമാണ്. BJP ഏത് ഇലക്ഷൻ നേരിടുന്നെങ്കിലും അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടാകും. ആ സ്ട്രാറ്റജിയിൽ അവർ എവിടെയാണ് വോട്ട് കുറവ്, എവിടെയാണ് വോട്ട് കൂടുതൽ, എന്തുകൊണ്ടാണ് അവിടെ വോട്ട് പോകുന്നത് എന്നുള്ളത് ഗണിച്ചെടുക്കാനുള്ളവരുടെ കഴിവ് ആണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിലും കണ്ടത്. ഡൽഹിയിൽ അവർ കഴിഞ്ഞ തവണ 2020 ഇതുപോലെ തന്നെ പാർലമെൻറ്റിൽ പൂർണ്ണമായും 7 സീറ്റും പിടിച്ചെടുത്തു. ആ സമയത്ത് അവർ വിചാരിച്ചത് ഡൽഹിയിൽ ഇനി ഒന്നും വേണ്ട, നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതി, എല്ലാവരും താമരയ്ക്ക് വോട്ട് ചെയ്തോളൂ എന്നാണ്. പക്ഷേ അവിടെ ഇപ്പോൾ വീണ്ടും കെജ്രിവാൾ 70-ൽ 62 സീറ്റുമായിട്ട് തിരിച്ചു വന്നു. അപ്പോഴാണ് മനസ്സിലായത് കുറേ കൂടെ ഗവേഷണം നടത്തേണ്ടത്. ആ ഗവേഷണം മറ്റൊന്നുമല്ല, ഡൽഹിയിലെ ജനത 2-3 കാര്യങ്ങളിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഒന്ന്, കെജ്രിവാൾ എന്ന സത്യസന്ധൻ നീതിമാൻ എന്നുള്ള ഇമേജ്. രണ്ടാമത്തേത് ഫ്രീബീസ്. മൂന്നാമത്തേത് അവരുടെ കേഡർ, ആ വോളണ്ടിയേഴ്സിൻ്റെ ഒരു ശക്തി. അപ്പോൾ 3 കാര്യങ്ങളെയും പൊളിച്ചാൽ മാത്രമേ, എതിരാളിയുടെ ശക്തിയെ ദുർബലമാക്കിയാൽ മാത്രമല്ലേ വിജയം സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ആദ്യം ചെയ്തത് കെജ്രിവാളിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഏത് ന്യൂനതകളെയും അഴിമതിയായിട്ടും അദ്ദേഹത്തിൻ്റെ മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രശ്നമായി കൊണ്ടുവരാനും അവർക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ കോടതിയിൽ ഇതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജനങ്ങളുടെ കോടതിയിൽ ഇതെല്ലാം വളരെ പ്രശ്നമായി മാറുകയുണ്ടായത്. രണ്ടാമത്തേത് ഫ്രീബീസ്. എന്തൊക്കെ ഫ്രീബീസ് കെജ്രിവാൾ കൊടുക്കുമോ അതെല്ലാം ഇത്തവണ കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, സർക്കാർ ജീവനക്കാർക്ക്, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ, മധ്യവർഗത്തിന് ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായി തോന്നുന്ന ഇൻകം ടാക്സ് എക്സംഷൻ 12 ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ 12.75 വരെയുള്ള ആനുകൂല്യം, അതൊരു വലിയ ലോട്ടറി പോലെയാണ് ഡൽഹിയിലെ മധ്യവർഗം കണ്ടത്, സർക്കാർ ഉദ്യോഗസ്ഥർ കണ്ടത്. അപ്പോൾ 40% വരുന്ന മധ്യവർഗത്തിനും അതുപോലെ തന്നെ 17.5% വരുന്ന പൂർവാഞ്ജലികളും ഗലിയിലും ഒക്കെ താമസിക്കുന്നവരും ഒക്കെ ആയ ജനതയും, അങ്ങനെ ഒരു 57% ആൾക്കാരിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തിയത്. അതിനു പുറമെ പ്രാദേശികമായിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം BJP ചെയ്യുകയുണ്ടായി. പിന്നെ വോളണ്ടിയേഴ്സിൻ്റെ കെട്ടുറപ്പാണ് ആം ആദ്മി പാർട്ടിയുടെ ശക്തി എന്നാണ് കെജ്രിവാൾ എപ്പോഴും പറഞ്ഞിരുന്നത്. അതിനെ പൊളിക്കാനാണ് 7 MLA-മാർ അഴിമതി പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തേക്ക് വന്നത്. അതിനു പുറമെ ഇന്ത്യ മുന്നണിയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് തന്നെ കെജ്രിവാളിനെ നുണയൻ എന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP ഒരു പ്രാവശ്യം കള്ളനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, നുണയനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി പ്രാവശ്യം രാഹുൽ ഗാന്ധി വിളിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ അജയ് മാക്കൻ അടക്കമുള്ളവർ വിളിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് എല്ലാത്തിനും പുറമെ BJP എടുത്ത മറ്റൊരു തന്ത്രമാണ്, അത് പെട്ടെന്ന് വീണ് കിട്ടിയതാണ്. അതായത് ഹരിയാന യമുനാ നദിയിൽ വിഷം കലർത്തി എന്നുള്ളത്. അതായത് യോഗി ആദിത്യനാഥ് വന്ന് പറഞ്ഞു, ത്രിവേണി സംഗമത്തിൽ ഞാൻ പോയി ഹോളി ഡിപ്പ് നടത്താൻ പോവുകയാണ്, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ വന്ന് നടത്താൻ പോവുകയാണ്, നിങ്ങൾക്ക് ഈ യമുനാ നദിയിൽ ഒന്ന് വെള്ളം, ഒരു വിരൽ കൈവയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമായി പോയി. അത് വലിയൊരു വിഷയമായി. മാലിന്യം ഒരു വലിയ വിഷയമായി, ജലത്തിലെ മാലിന്യം വിഷയമായി. അപ്പോൾ മലിന്യമുള്ള ജലം കിട്ടും, പക്ഷേ മദ്യം സുലഭമായി കിട്ടുന്നു എന്ന് പറയുന്നു. അതിനിടയ്ക്ക് AGയുടെ റിപ്പോർട്ട് 2026 കോടി രൂപയുടെ നഷ്ടം മദ്യനയം വഴി ഖജനാവിനുണ്ടായി എന്ന് പറയുന്നു. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് കെജ്രിവാൾ എങ്ങനെയാണോ ഷീലാ ദീക്ഷിതിനെ തോൽപ്പിച്ചത്, അതായത് അഴിമതിയുടെ പ്രതീകമാണ് ഷീലാ ദീക്ഷിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവരെ തോൽപ്പിച്ചത്. വിരോധാഭാസം എന്ന് പറയട്ടെ, ഇപ്പം അദ്ദേഹം അതേ നാണയത്തിൽ ഡൽഹിയിൽ പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതിൽ ഷീലാ ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതിനും ഒരു പങ്ക് വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ ഞാൻ കാണുന്നത് BJPക്ക് ഒരു അവസരം, ഈ ഒരു തിരഞ്ഞെടുപ്പ് തോൽവി അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലത്തെ ഞാൻ കാണുന്നത് 3 രീതിയിലാണ്. ഒന്ന്, BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരമാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഠമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചറിവാണ്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BJPക്ക് ഒരു അവസരം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ,
കൃത്യമായ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആർക്കും ഏത് ടഫായിട്ടുള്ള സിറ്റുവേഷനും അനുകൂലമാക്കി മാറ്റാനും തെരഞ്ഞെടുപ്പ് വിജയിക്കാനും സാധിക്കും എന്നുള്ളൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അരവിന്ദ് കെജ്രിവാൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വക്താക്കൾ തന്നെ പറയുന്നു ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഫൈറ്റാണ് അവർ ഡൽഹിയിൽ അവർ നേരിടേണ്ടി വന്നതെന്ന് പറയുന്നു. നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോൾ അവർ അത് സമ്മതിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് കൃത്യമായ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയോടുകൂടി BJP കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, അതായത് ഉത്തരാഞ്ചലിലും അല്ലെങ്കിൽ ഈ പറയുന്ന പൂർവാഞ്ചൽ പ്രദേശങ്ങൾ ആ ഭാഗത്തെല്ലാം കൃത്യമായ വോട്ട് ബാങ്കുകളിൽ വിള്ളലില്ലാതെ കൃത്യമായി വോട്ടുകളെല്ലാം BJP പാളയത്തിൽ എത്തിക്കാൻ വേണ്ട ഒരു എഞ്ചിനീയറിംഗ് അവർ കൃത്യമായി ചെയ്തു. അതിൽ RSSൻ്റെ ഇൻവോൾവ്മെൻറ്റ് ശക്തമായിരുന്നു. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി അവർ മുന്നോട്ട് പോയി. അത് മാത്രമല്ല 27 വർഷമാണ് BJP അധികാരത്തിൽ നിന്ന് പുറത്തു നിന്നത്. 27 വർഷം എന്ന് പറയുന്നത് സ്വാഭാവിക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പ്രത്യാശകളും നശിച്ച് പടുകുഴിയിലേക്ക് പോയി നിരാശയോടുകൂടി ഇത് എന്നേക്കുമായ ഒരു അടഞ്ഞ അധ്യായം എന്നുള്ള രീതിയിൽ ഉപേക്ഷിക്കേണ്ട ഒരു കാലാവധി കഴിഞ്ഞു. പക്ഷെ 4 നൂറ്റാണ്ടിലേറെ നീണ്ട ആ ഒരു കാത്തിരിപ്പിനൊടുവിലും കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ തിരിച്ചു വരാം എന്നുള്ളൊരു തെളിവായി ഇത് മാറി. അതുകൊണ്ട് അവർക്കിതൊരു അവസരമാണ്, ഒരു തിരിച്ചറിവാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഠമാണ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അഹങ്കാരം ഒരു പരിധിയിൽ കൂടുതലായാൽ അത് ഞാനാണ് അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയമാണ് എന്നൊരു ചിന്താഗതി ഏത് നേതാവിന് വരുന്നു അവിടെ അസ്തമിക്കുന്നു ആ പാർട്ടിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പതനം. അത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം. പിന്നെ എല്ലാത്തിനും പുറമെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കൊരു ഇമേജ് ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. എതിരാളികൾ എന്ത് ഇല്ലാവചനങ്ങൾ എനിക്ക് നേരെ ഉയർത്തിയാലും അതൊന്നും വിശ്വസിക്കില്ല. ഞാൻ പറയുന്നതാണ് ദ അൾട്ടിമേറ്റം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് ഒരു നേതാവ് പോയാൽ തീർന്നു. ആം ആദ്മിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് അവർക്ക് ലഭിക്കേണ്ട പാഠം. മൂന്നാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അവർ പിക്ചറിലേ ഇല്ല, ആദ്യം മുതലേ ഇല്ല. എന്താ പറയുക, അവർ 5 മുതൽ 8 സീറ്റ് വരെയൊക്കെ കിട്ടിയേക്കാം എന്ന് പറയുമ്പോഴും താങ്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ 17 സീറ്റിൽ കെട്ടിവെച്ച കാശ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ആ കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കണക്കുകളൊക്കെ പിന്നീട് വരും. പക്ഷേ ഇവിടെ ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാർട്ടി അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ പാർട്ടികളും വേണം. അത് BJPയുടെ ആ ഒരു നിലപാടിനോട് എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പാണ്. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന സ്ട്രാറ്റജിയോട് എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പാണ്. കാരണം എല്ലാവരും വേണം. കോൺഗ്രസ് വേണം, CPM വേണം, BJP വേണം, ആം ആദ്മി പാർട്ടി വേണം. എല്ലാ പ്രസ്ഥാനങ്ങളും അവരുടേതായ ആശയങ്ങളും നിലപാടുകളും ഒക്കെ ചേരുമ്പോഴാണ് ജനാധിപത്യത്തിന് ഒരു മനോഹാരിത വരുന്നത്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ 3/2 ഭൂരിപക്ഷത്തോടു കൂടി പതിറ്റാണ്ടുകൾ ഭരിച്ചിരുന്ന ഈ ഒരു പ്രസ്ഥാനം ഒന്നുമില്ലായ്മയിൽ നിന്ന് വീണ്ടും വീണ്ടും ഒന്നുമില്ലായ്മയിലേക്ക് നടന്നെടുക്കുമ്പോൾ അല്ലെങ്കിൽ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ അവർ ഇനിയെങ്കിലും തിരിച്ചറിയണം, ഒരു കുടുംബത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് ഈ പാർട്ടിയെ എന്ന് മോചിപ്പിക്കാൻ ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ ഇവർ രക്ഷപ്പെടൂ. നിലവിൽ ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന സോക്കോൾഡ് ഫാമിലി, ആ ഫാമിലിയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. അതിൻ്റെ യുവതലമുറയായാലും അടുത്ത തലമുറയായാലും ഇനി വരാനിരിക്കുന്ന തലമുറയായാലും ജനങ്ങൾ അവരെയൊക്കെ പാടെ എന്താ പറയുക നിരാകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. സോ ഇനിയെങ്കിലും ഇറ്റ്സ് ഹൈ ടൈം അവർ പാർട്ടിയെ ആ കുടുംബത്തിൻ്റെ ക്ലച്ചസിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. അങ്ങനെയാണ്. അങ്ങനെ അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വരും നാളുകളിൽ ഇതിലും പരിതാപകരമാകാനേ സാധ്യതയുള്ളൂ. താങ്കൾ പറഞ്ഞതിൽ BJPയുടെ സ്ട്രാറ്റജി മാത്രമല്ല, BJPക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ആ സ്ട്രാറ്റജിയേക്കാൾ ഉപരി ആ സ്ട്രാറ്റജി നടപ്പിലാക്കാൻ അടിത്തട്ടിൽ ഒരു സൈലൻ്റ് ആർമി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് മഹാരാഷ്ട്രയിൽ ഇത് തന്നെയാണെന്ന്, ഹരിയാനയിൽ ഇത് തന്നെയാണ്. പക്ഷേ അത് ഡൽഹിയിലും കൃത്യമായി നടന്നു എന്നുള്ളതാണ്. പൂർവാഞ്ജലികൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിനെ സ്വാധീനിക്കാനായിട്ട് കിഴക്കൻ UPയിൽ നിന്ന് 100ഓളം നേതാക്കളെ അവരിവിടെ അണിനിരത്തി. വനിതകളടക്കം ഒരു വലിയ പട തന്നെ അവിടെ പ്രവർത്തനത്തിനിറങ്ങി. അങ്ങനെ വീടാന്തരം പ്രവർത്തനം BJPയുടേത് നടന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും നടന്ന വലിയ വിജയം. നമ്മളെല്ലാവരും പറഞ്ഞതാണ് കോൺഗ്രസ് കെട്ടിവെച്ച കാശ് പിടിച്ചാൽ 17 സീറ്റിലെങ്കിലും കെട്ടിവെച്ച കാശ് പിടിച്ചാൽ ആം ആദ്മി പാർട്ടി തകരുമെന്ന്. പക്ഷേ കോൺഗ്രസ് 17 സീറ്റിൽ കെട്ടിവെച്ച കാശ് പിടിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന് 2-3 സീറ്റിലെങ്കിലും കെട്ടിവെച്ച കാശ് കിട്ടിയുമെന്ന് എനിക്ക് സംശയമാണ്. ഇപ്പോഴത്തെ ഇത് നോക്കാം, പൂർണ്ണമായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇനി അൽക്കലാംബയുടെ മണ്ഡലങ്ങളൊക്കെ നോക്കാനുള്ളൂ. കാരണം സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന കെജ്രിവാളിനെ എതിർത്ത് തോൽപ്പിക്കുമെന്ന് പറഞ്ഞ സന്ദീപ് ദീക്ഷിതിന് പോലും ഏതാണ്ട് 3000 ചില്ലാനം വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ BJP അവിടെ വലിയ ശക്തിയായതോടൊപ്പം കോൺഗ്രസ് അവിടെ ഒന്നുമല്ലാതായി. അപ്പോൾ കോൺഗ്രസ് ഒന്നുമില്ലാതായത് താങ്കൾ പറയുന്ന പോലെ അതൊരു പരിവാർ പാർട്ടി ആയതുകൊണ്ടാണ് എന്നുള്ളത് സത്യമാണ്. ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തന്നെ പാർലമെൻറ്റിൽ പറയുകയുണ്ടായി, ഒരു വീട്ടിൽ നിന്ന് അമ്മ, മകൻ, മകൾ 3 പേര് ഒരു പാർലമെൻറ്റിൽ വന്ന് നിൽക്കുക. ഇത് ഒരു സാധാരണക്കാരന് സാധിക്കുമോ? ഒരു ഷെഡ്യൂൾ ഒരു പിന്നോക്കക്കാരന് സാധിക്കുമോ എന്ന് അദ്ദേഹം
ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായി. ഇത് ഇന്ത്യയുടെ മുന്നിൽ ഒരു ചോദ്യം തന്നെയാണ്, കോൺഗ്രസിൻ്റെ മുന്നിൽ ഒരു ചോദ്യമാണ്. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം അവരൊരിക്കലും തരികില്ല. ഇത് പണ്ടും ഇങ്ങനെ തന്നെയാണ് നിന്നിരുന്നത്. ആ പരിവാർ കൊണ്ടേ അവർ പോയിട്ടുള്ളൂ. മൻമോഹൻ സിംഗിൻ്റെ കാലമായാലും നരസിംഹറാവുവിനെ ഒതുക്കിയ കാര്യമായാലും പിന്നെ പ്രണാബ് ദാദയെ ഒതുക്കിയ കാര്യമായാലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും അവർ ഈ പിടി വിട്ടുകൊടുക്കില്ല. അപ്പോൾ ഇനിയും കോൺഗ്രസ് ഇത് തന്നെ തുടരും. അത് തുടരുന്നിടത്തോളം കാലം കോൺഗ്രസിൻ്റെ ആ ഉയർച്ച വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ശശി തരൂർ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്ന് മത്സരിച്ചപ്പോൾ വന്ന വിപത്ത് കണ്ടില്ലേ? അദ്ദേഹത്തിനൊരു സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്തി, എങ്കിൽ പോലും അദ്ദേഹം ഒന്നുമല്ലാതായി. അപ്പോൾ ഇതുപോലെ കോൺഗ്രസിനകത്ത് ആര് ശബ്ദമുയർത്തുവോ അവരുടെ ശബ്ദം പിന്നെ കേൾക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കഥ അധികം പറയണ്ട. ഇനി കെജ്രിവാൾ നാളെ എന്ത് ചെയ്യും എന്നുള്ളതൊരു ചോദ്യമാണ്. കെജ്രിവാൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പൂർണ്ണമായും മുക്തനായിരിക്കും. മറ്റേ ഡൽഹിയിലെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഒരുപാട് ബാധ്യതകളുമായിട്ട് അദ്ദേഹം അവിടെ നിന്നേനെ. അപ്പം ഓൾ ഇന്ത്യ ബേസിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു അവസരം വന്നിരിക്കുകയാണ്. അത് അദ്ദേഹം മുതലാക്കാൻ ഉള്ള ശ്രമത്തിലാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്ത്യ മുന്നണിയെ, പ്രത്യേകിച്ച് മമതാ ബാനർജിയെയും അഖിലേഷ് യാദവിനെയും പിന്നെ പവാറിനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ജനതാ പാർട്ടി മോഡലിലുള്ള ഒരു സംവിധാനത്തിലേക്ക് അദ്ദേഹം നീങ്ങും. അതിന് കോൺഗ്രസിനെ പുറത്താക്കാനുള്ള ശ്രമവും അദ്ദേഹം തുടരുമെന്നാണ് കേട്ടത്. കാരണം കോൺഗ്രസ്സാണ് ഇവരുടെ എല്ലാവരുടെയും വോട്ട്. കോൺഗ്രസിൻ്റെ വോട്ട് നിന്നാണ് ഇവരെല്ലാം വലുതായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിനെ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു മെസ്സേജുമായിട്ട് അദ്ദേഹം വരാം. അതിനെ എതിർക്കാൻ കോൺഗ്രസ് വളരെ ശക്തിയായിട്ട് വരാം. ചിലപ്പോൾ കോൺഗ്രസ് NDA എന്നുള്ള പുതിയ മുന്നണിയായിട്ട് വീണ്ടും ഉദയം ചെയ്തിരിക്കാം. അപ്പോൾ NDAയും ഇന്ത്യ മുന്നണിയും രണ്ടെണ്ണം പ്രതിപക്ഷത്ത് വന്നിരിക്കാം. എന്തായാലും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കുറവാണെങ്കിലും 400 സീറ്റിൻ്റെ ഒരു മഹത്വത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ലക്ഷണമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് ഇനി വരുന്ന ബീഹാർ ഇലക്ഷനിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ആധിപത്യത്തിന് ഒരു കുറവും വരില്ല. 240 എന്നുള്ള കുറവ് ഇനി ഇത്രയും സ്റ്റേറ്റുകളിലെ ഭരണം കൂടെ കിട്ടിയതുകൊണ്ട് രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം റെക്കോർഡിലേക്ക് വരാൻ പോവുകയാണ്. BJPയുടെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ഒരുപക്ഷെ BJPയുടെ നാളിതുവരെയുള്ള 1980 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് BJP എത്താനും പോവുകയാണ്. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ ഇനി അടുത്തെന്ത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചോദ്യം. എൻ്റെ ഒരു റീഡിങ് ഇതാണ്. ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഊർജം, അല്ലെങ്കിൽ ഈ എന്താ പറയുക തിളക്കമാർന്ന ജയം ഒരു കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്: മോഡി ഷോ വിൽ കണ്ടിന്യൂ. കാരണം 2024 തെരഞ്ഞെടുപ്പിന് ശേഷം മോദിയുടെ കാലം ഏകദേശം കഴിഞ്ഞു, മോദി അസ്തമിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് തിരുത്തി പറയേണ്ടി വരും. ബിക്കോസ് ഹരിയാനയിൽ ഗംഭീരമായൊരു വിജയം നേടി, എല്ലാവരും ജയിക്കും, കോൺഗ്രസ് ജയിക്കും എന്ന് പറഞ്ഞെടുത്ത് BJP ശക്തമായി തിരിച്ചു വന്നു. 27 വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുക അത്ര പോസിബിൾ അല്ല എന്ന് കരുതിയിരുന്നിടത്ത് നിന്ന് സീറോയിൽ നിന്ന് അവർ എന്താ പറയുക മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി ഇന്ദ്രപ്രസ്ഥം ഭരിക്കുന്നു. സോ മോദിയുടെ ഷോ വിൽ കണ്ടിന്യൂ. ഇത് ഉറപ്പായിട്ടും ബീഹാറിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അവിടെ BJP കാത്തിരിക്കുന്നത്, അവിടെ ഒരു നേരത്തെ പറഞ്ഞല്ലോ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അണലിയുണ്ട് അവിടെ, അതായത് നിതീഷ് കുമാറിനെ പെരിഷ് ചെയ്യാനുള്ള എന്താ പറയുക കൃത്യമായ സ്ട്രാറ്റജി BJP ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിയും. ഡൽഹിയിൽ അവർക്ക് ഇത്രയും പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ബീഹാറിൽ ഇതിനേക്കാൾ കൂടുതൽ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവും കോൺഫിഡൻസും അവർക്ക് കിട്ടും. ആ ഒരു സ്ട്രാറ്റജി കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തവർ ബീഹാർ പിടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് NDAയുടെ കെട്ടുറപ്പ് കൂടുതൽ ശക്തിപ്പെടും. കാരണം മോദി ഈസ് പവർഫുൾ, ഹി ഈസ് കമ്മിങ് ബാക്ക്, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ തന്നെ ഉണ്ട്, ശക്തനായി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പറയുന്ന നിതീഷ് കുമാറിനെ ആയാലും ചന്ദ്രബാബു നായിഡുവിനെ ആയാലും NDA പഴയ പോലെ വിറപ്പിച്ച് കാര്യം സാധിക്കാമെന്നുള്ളൊരു ചിന്താഗതി ഇനി അവർക്ക് ഫോർ ദ ടൈം ബീങ് അറ്റ്ലീസ്റ്റ് അവരിൽ വരാനുള്ള സാധ്യതയില്ല. സോ അത് NDA കൂടുതൽ ശക്തിപ്പെടുത്തും. ഇതിൻ്റെ ഈ പറയുന്നതെല്ലാം ഡൽഹിയിലെ അല്ലെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നടന്ന കാര്യങ്ങളാണ്. സൗത്ത് ഇന്ത്യയിലും ഇതിൻ്റെ അനുരണനങ്ങൾ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് കാണാനുള്ള സാധ്യത ഞാൻ ഏറെ റീഡ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഇതിൻ്റെ ചലനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ കേരളത്തിൻ്റെ കാര്യം അപ്പോൾ അവർക്കൊരു കിട്ടാക്കനെ അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി അവിടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായേക്കാം. ദർ ഇസ് എ ചാൻസ്. പിന്നെ ആം ആദ്മി പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി തീർന്നു എന്ന് വേണമെങ്കിൽ ഏകദേശം ഞാൻ പൂർണ്ണമായി അവരെ പരിഹസിക്കുകയോ അവരെ എന്താ പറയുക അവർ ഇല്ലാതാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതല്ല, ബട്ട് ഏറെക്കുറെ തീർന്നു. കാരണം ബിക്കോസ് 20ഓളം MLA-മാർ അല്ലെങ്കിൽ സ്ഥാനമോഹികൾ അതൃപ്തരായി അവിടെ നിൽപ്പുണ്ട്. കുറച്ച് പേർ ഓൾറെഡി BJPയിൽ ചേർന്ന് കഴിഞ്ഞു. ഇപ്പോൾ BJP മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി 27 വർഷത്തിന് ശേഷം പവർഫുള്ളായിട്ടൊരു തിരിച്ചുവരവ് നടത്തി എന്നുണ്ടെങ്കിൽ ആ 20 പേരിൽ ശേഷിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്. അവർ അധികം വൈകാതെ BJP പാളത്തിൽ എത്തും എന്നുള്ളത് ഉറപ്പാണ്. ഈ സിസോദി ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം തോറ്റു, അല്ലെങ്കിൽ അവർ എല്ലാവരും
ഇല്ലാതായി പെരിഷ്ഡ് ലൈക്ക് എനിത്തിങ് എന്നുള്ള അവസ്ഥയിൽ എത്തിയ സാഹചര്യത്തിൽ ഇനി ആപ്പിനോടൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അവരുടെ ഘടകങ്ങളെ ബാധിക്കാനും അവർ ക്രമേണ BJP-യോടൊപ്പം ചേരാനോ അല്ലെങ്കിൽ മറ്റു വഴികൾ തേടിപ്പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഒന്ന്, താങ്കൾ പറഞ്ഞതുപോലെ അവർ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കോൺഗ്രസിനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ലെവലിലേക്ക് ഉയരുവാനുള്ള ഒരു മൂന്നാം ബദലായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു സാന്നിധ്യത്തിലേക്ക് ആപ്പ് വരുന്ന ഇത്തരത്തിലുള്ള പ്ലാനിംഗ് ഒക്കെ അവർ നടത്തിയേക്കാം. അതിനൊരു ചാൻസ് ഉണ്ട്. അനദർ ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ലയിച്ച് ഒരു അടിമക്കണ്ണിനെ പോലെ അവരോടൊപ്പം ചേർന്ന് ഒഴുക്കിനൊത്ത് നീന്തുന്ന ഒരു പ്രോസസ്സ്. അതിന് അരവിന്ദ് കെജ്രിവാൾ നിൽക്കുമോ എന്നുള്ളത് അറിയത്തില്ല. ഇനി അങ്ങനെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസും ആപ്പും കൂടെ ഒരു സഖ്യത്തിലെത്തുന്ന പരസ്യമായ ഒരു സഖ്യം, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തോൽവിക്ക് ശേഷം ഒരു പരസ്യ സഖ്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൽഹിയിലെ BJP കൂടുതൽ ശക്തിപ്പെടുത്തും. പഞ്ചാബിലും BJPക്ക് വേരോട്ടം കൂട്ടുവാനുള്ള ഒരു സ്പേസ് ഒരുക്കും. അത് ഈ പറയുന്നത് പോലെ ആം ആദ്മി പാർട്ടിയുടെ സർവനാശത്തിലേക്ക് നയിച്ചേക്കാം. കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞതുപോലെ സ്വയം ഇല്ലാതായിക്കൊള്ളും. ആ ഒരു സാഹചര്യം ആയിരിക്കാം ഒരു പക്ഷേ വന്നേക്കുക. ഒരു പക്ഷേ, ഇതെല്ലാം റീഡിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എപ്പോഴും പറയുന്നുണ്ടല്ലോ, അനുഭവങ്ങൾ, പാളിച്ചകൾ. ഈ വന്ന അനുഭവങ്ങളിൽ നിന്നും പാളിച്ചകളിൽ നിന്നുമൊക്കെ എന്തെങ്കിലുമൊക്കെ വകതിരിവുണ്ടായി പഠിക്കേണ്ടവർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ മാറ്റം ഉണ്ടായേക്കാം. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്താണ് ഡൽഹിയിൽ നടക്കുക, നോക്കാം. അതനുസരിച്ച് ചർച്ചകളാവാം. നന്ദി.